നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ഭഗവാൻ നാരായണൻ നിമിത്തമാണ്. ഭഗവാനാണ് എന്നെക്കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചത്, നിങ്ങളിത് കേൾക്കാനിടയായത്. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കർക്കിടകത്തിൽ നിങ്ങൾ പോയിരിക്കേണ്ട ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. ഈ അമ്പലത്തിൽ ആരൊക്കെ പോയി തൊഴുതിട്ടുണ്ടോ കർക്കിടക മാസത്തിൽ, അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റ് സമയത്തൊന്നും പോയി തൊഴുന്ന കണക്കല്ല, കർക്കിടക മാസത്തിൽ ഭഗവത് സാന്നിധ്യം ഉദിച്ചു നിൽക്കുന്ന ഈ തിരുരാമായണ മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുതവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും തീർന്ന് ജീവിതം രക്ഷപ്പെടാനായിട്ട് ഭഗവാൻ ഇട്ടു തരുന്ന ഒരു പിടിവള്ളിയാണ് ദാ ഈ പറയാൻ പോകുന്ന ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവാനായിട്ടാണ് അരുൾ ചെയ്യിച്ചത്, ഭഗവാനായിട്ടാണ് പറയിച്ചത്. ഒരുപക്ഷെ ഞാനിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ആ ഭഗവാൻ നിമിത്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എല്ലാവരും പറ്റിയാൽ ഈ അമ്പലത്തിൽ പോയി തൊഴണം. എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല കേട്ടോ. ചിലർക്ക് സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, പോകാനായിട്ട് സൗകര്യവും എല്ലാം ഉണ്ടാവും. പക്ഷേ പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മനസ്സിൽ ആ ചിന്ത വന്നുകൊള്ളണമെന്നില്ല. ആ ചിന്തയാണ് ഓരോ രീതിയിലുള്ള ഇതുപോലുള്ള വാർത്തകളും അറിവുകളും പറച്ചിലുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിവിടെ എന്നെക്കൊണ്ട് പറയിച്ചതും നിങ്ങളിത് കേൾക്കാനിടയായതും ഭഗവാനാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴി ഭഗവാനായിട്ട് ഇട്ട് തരികയാണെന്ന് കരുതി ഈ അമ്പലത്തിൽ പോയി തൊഴണം കേട്ടോ. അവിടെ എത്തിച്ചേർന്ന് തൊഴുത് മടങ്ങുന്നവർക്ക് ജീവിതത്തിൻ്റെ ഉയർച്ച ഇവിടെ ആരംഭിക്കുകയായി എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഏതാണ് ആ ക്ഷേത്രം, എങ്ങനെയാണ് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നമുക്ക് 27 നക്ഷത്രങ്ങളാണ് നമുക്ക് ജ്യോതിഷപ്രകാരം ഉള്ളത്. ആ 27 നക്ഷത്രങ്ങളെ 4 ഗണങ്ങളായിട്ട് തിരിച്ചാണ് ക്ഷേത്ര നിർണയം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ നാല് ഭാഗ നക്ഷത്രങ്ങളായിട്ട് തിരിച്ച്, അല്ലെങ്കിൽ 4 ഗണങ്ങളായിട്ട് തിരിച്ചാണ് ഈ ക്ഷേത്ര ദർശനത്തെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് വേണം. ഇപ്പം നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങളുടെ നക്ഷത്രം അശ്വതിയാണ് എന്ന് പറഞ്ഞാൽ ആ അശ്വതി നക്ഷത്രക്കാരൻ പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമുണ്ട്. അതേസമയം നിങ്ങളൊരു ഭരണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിരിക്കേണ്ട ക്ഷേത്രം വേറൊന്നുമാണ്. അങ്ങനെ 4 ഗണങ്ങളായിട്ട് നക്ഷത്രങ്ങളെ തിരിച്ച് 4 ക്ഷേത്രമാണ് ഓരോരുത്തർക്കും പോകേണ്ടതായിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി തരം തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഗണം എന്ന് പറയുന്നത് അശ്വതി, പൂയം, ചിത്തിര, അനിഴം, ഉത്രാടം, പൂരുരുട്ടാതി. ഈ നാളുകൾ, ഈ 6 നാളുകളിൽ ജനിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അമ്പലത്തിൽ വേണം നിങ്ങൾ തൊഴാൻ പോകേണ്ടത്. അശ്വതി, പൂയം, ചിത്തിര, അനിഴം, ഉത്രാടം, പൂരുരുട്ടാതി. ഈ 6 നാളുകൾ ഒന്നാമത്തെ ഗണമാണ്. ഈ 6 നാളുകളിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിരിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിലൊക്കെ വരുന്നതാണ്. നാലമ്പല ദർശനമായിട്ട് തൊഴണമെങ്കിൽ അങ്ങനെ തൊഴാം. അതല്ല, ഒറ്റയായിട്ട് നിങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ തൊഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. പക്ഷെ പോകുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറക്കരുത്, വെറും കൈയോടുകൂടി പോകരുത്. നിങ്ങൾ ആ അമ്പലത്തിൽ ചെല്ലുമ്പം അവിടെ ഞാൻ ഈ പറയുന്ന വഴിപാട് എല്ലാവരും ചെയ്യണം കേട്ടോ. ഈ വഴിപാട് ചെയ്താലേ ആ ഒരു ദർശനത്തിന് പൂർണ്ണതയുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. തൃപ്രയാർ അമ്പലം തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രാമായണ മാസത്തിൻ്റെ ഏറ്റവും വലിയ ആരാധന നടക്കുന്ന ക്ഷേത്രമാണ് തൃപ്രയാർ അമ്പലം എന്ന് പറയുന്നത്. നാലമ്പല ദർശനമൊക്കെ പോകുന്നവർക്ക് അറിയാം, തൃപ്രയാറൊക്കെ പോവും. അപ്പോൾ ഈ തൃപ്രയാർ അമ്പലത്തിൽ ഈ ഒരു രാമായണ മാസത്തിൽ പോകാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചിലർക്കൊക്കെ വലിയ ഭാഗ്യം ഉണ്ടാവും, തൃപ്രയാർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഈ അശ്വതി, പൂയം, ചിത്തിര, അനിഴം, ഉത്രാടം, പൂരുരുട്ടാതിക്കാർ താമസിക്കുന്നത്. അവർക്കൊക്കെ ചിലപ്പം ദിവസവും തൊഴാൻ പറ്റും. അത് ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. തൃപ്രയാർ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏറ്റവും ഭാഗ്യവാന്മാരാണ്, ഏറ്റവും ഭാഗ്യവതികളാണ് നിങ്ങളെന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ട്, അല്ലെങ്കിൽ ആ മണ്ണിൽ നിങ്ങൾ പിറക്കില്ല എന്നുള്ളതാണ്. അപ്പം ആ തൃപ്രയാർ അപ്പനെയാണ്
ഈ പറയുന്ന 6 നാളുകാർ തൊഴേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന് ഒരു പായസം കഴിപ്പിക്കണം കേട്ടോ. അത് പാൽപ്പായസമോ നെയ്പായസം എന്താണേലും കുഴപ്പമില്ല, ഭഗവാൻ ഒരു പായസം കഴിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പിടി പണവും കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്താണ് ഒരു പിടി പണം എന്ന് പറയുന്നത്? വീട്ടിൽ ഒരു ചെറിയ പട്ടോ അല്ലെ ഒരു തുണിയോ വിരിച്ച് വിളക്കിൻ്റെ മുമ്പിൽ കുറച്ച് നാണയത്തുട്ടുകൾ, ഒരു പിടി നാണയം, ഒരു 10-50 രൂപ ചില്ലറ മാറി വെച്ചേക്കുക, നാണയങ്ങളാക്കി വെച്ചേക്കുക. അല്ലെ ഒരു 10-100 രൂപയ്ക്കായാലും ചില്ലറ മാറി വെച്ചേക്കുക. ഒരു കൈപ്പിടി നിറയെ നാണയം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു തുണിയിലോ മറ്റോ വെച്ച് ഒരു ദിവസം നിലവിളക്ക് കത്തിച്ച്, അതായത് ഇപ്പം നാളെയാണ് അമ്പലത്തിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു താലം വെച്ച് അതിലൊരു തുണി വിരിച്ച് അതിൽ ഈ പിടിപ്പണം വെച്ച് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച് കത്തിച്ചതിന് ശേഷം ആ ഒരു പണം ഒരു കിഴിയാക്കി കെട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ തുണി തന്നെ മടക്കി എടുത്തോ ആ ഒരു പിടി പണമായിട്ട് വേണം നിങ്ങൾ ഭഗവാനെ കാണാൻ പോകാനായിട്ട്. തൃപ്രയാർ ചെന്ന് ഭഗവാൻ ഒരു പായസവും കഴിപ്പിച്ച് ഈ പിടിപ്പണവും കാണിക്കയായി സമർപ്പിച്ച് എന്തൊക്കെ സങ്കട ദുഃഖ ദുരിതങ്ങൾ ഭഗവാനോട് സമർപ്പിക്കാനുണ്ടോ പറയാനുണ്ടോ അതെല്ലാം പറയുക, അതൊക്കെ തീർത്തു തരും. അതുപോലെ തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, എന്തൊക്കെ നേർച്ചകൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നേരാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും പോയാൽ മതി. കർക്കിടകം തീരുന്നതിന് മുമ്പ് ചിങ്ങത്തിൻ്റെ ആദ്യം പോയാലും മതി, പ്രശ്നമില്ല. നിങ്ങൾ പോയി തൊഴുത് പറഞ്ഞ് പ്രാർത്ഥിച്ചു വരിക. സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. എന്താഗ്രഹം ഉണ്ടെങ്കിലും നടന്നു കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഗണം. രണ്ടാമത്തെ ഗണം എന്ന് പറയുന്നത് തിരുവോണം, രോഹിണി, പുണർദം, ആയില്യം, മകം, അത്തം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേരുന്ന രണ്ടാമത്തെ ഗണം. തിരുവോണം, രോഹിണി, പുണർദം, ആയില്യം, മകം, അത്തം, തൃക്കേട്ട ഈ നാളുകളിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഏറ്റവും ഉചിതമായ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവല്ലത്ത് പരശുരാമസ്വാമിയെ തൊഴാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും, പിതൃപ്രീതിയും കിട്ടുമെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർ തിരുവല്ലത്ത് പോയി തൊഴുതിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഈ കർക്കിടക മാസത്തിൽ, ഈ തിരുരാമായണ മാസത്തിൽ ഞാൻ പറയുന്നു ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവാകും ഈ ഒരു കാലഘട്ടം എന്നുള്ളതാണ്. തിരുവല്ലത്ത് പോകുമ്പോഴും വെറും കൈയോടുകൂടി ആരും പോകരുത്. കേരളത്തിലെ വളരെ അപൂർവമായിട്ടുള്ള നിത്യപൂജ നടക്കുന്ന ഒരു പരശുരാമസ്വാമി ക്ഷേത്രമാണ്. പരശുരാമ ഭാവത്തിൽ ഭഗവാൻ നാരായണൻ തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്നുള്ള ഒക്കെ മോചനം ലഭിക്കുമെന്ന് കൂടെ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പം കർക്കിടക മാസത്തിൽ പരശുരാമസ്വാമിയെ തൊഴുതാൽ നിങ്ങളുടെ മുജ്ജന്മ പാവങ്ങളടക്കം എല്ലാ ദോഷങ്ങളും നീങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി വിജയം പടവെട്ടി ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരുമെന്നാണ് പറയുന്നത്. വിജയം പടവെട്ടി ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും. അതൊരു ഐശ്വര്യമുള്ള കാര്യം കേട്ടോ. ഒരുപക്ഷെ ഈ അമ്പലത്തെ പറ്റി കേട്ടിട്ടില്ലാത്തവർ പോലും ഒരുപക്ഷെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. പലർക്കും ചിലപ്പം അറിയുണ്ടാവില്ല. മനസ്സിലാക്കുക, ഭഗവാൻ ഏറ്റവും അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ് തിരുവോണം, രോഹിണി, പുണർദം, ആയില്യം, മകം, അത്തം, തൃക്കേട്ട ഈ നാളുകളിൽ ജനിച്ചവർ വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞ് തിരുവല്ലത്ത് വിടൂ. ഭഗവാനെ പോയി കണ്ട് തൊഴുത് വരുമ്പം തന്നെ ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഐശ്വര്യത്തിൻ്റെ തുടക്കം അവിടെ കുറിക്കുകയായി. അമ്പലത്തിൽ പോകുന്നവർ നിർബന്ധമായിട്ടും പിടിപ്പണവും വെള്ളമാലയും കൊണ്ടുപോകണം കേട്ടോ. എന്താണ് പിടിപ്പണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ നാളുകൾക്ക് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരു തുണി വിരിച്ച് അതിൽ ഒരു പിടിപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-50-100 രൂപ ചില്ലറ മാറി ചില്ലറ തൊട്ടുകളുണ്ടല്ലോ, അത് വെച്ച് ഒരു ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച്, അതായത് നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വെച്ച് വിളക്ക് കത്തിച്ച് ആ ഒരു പിടിപ്പണവും ഭഗവാൻ അവിടെ ചെന്ന് കഴിയുമ്പം, അല്ലെങ്കിൽ നാട്ടിൽ നിന്നായാലും മതി, ഒരു നല്ല വെള്ളപ്പൂക്കൾ കൊണ്ട് കെട്ടിയ മാല. അത് നിർബന്ധം കേട്ടോ. വെള്ളപ്പൂക്കൾ, മറ്റ് മഞ്ഞപ്പൂവോ ചുവപ്പ് പൂവോ ഒന്നും അല്ല വേണ്ട, വെളുത്ത പൂക്കൾ, വെളുത്ത പുഷ്പം കൊണ്ട് കെട്ടിയ മാലയും അവിടെ ഭഗവാന് നിങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ വെള്ളമാലയും പിടിപ്പണമായിട്ട് വേണം ഭഗവാന്റെ ദർശനത്തിന് പോകേണ്ടത് എന്ന് പറയുന്നത്. പോയി തൊഴുത് എന്തൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കൂ, സർവം ഗംഭീരമായി കിട്ടും. ഭഗവാൻ നാരായണനായിട്ടാണ് ഇന്ന് തന്നെ കൊണ്ട് ഇതിവിടെ പറയിച്ചത്, നിങ്ങളിത് കേൾക്കാനിടയായത്. ഇതാണ് രണ്ടാമത്തെ ഗണക്കാർ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് കാർത്തിക, മകയിരം, ഉത്രം, ചോതി, മൂലം, അവിട്ടം, ഉത്രിട്ടാതി ഈ 7 നക്ഷത്രക്കാരാണ്. ഏതൊക്കെയാണ്? ഉത്രിട്ടാതി, അവിട്ടം, മൂലം, ചോതി, ഉത്രം,
മകയിരം, കാർത്തിക. ഒരുപാട് ദോഷങ്ങൾ നിലനിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ ഒരുപാട് വിജയിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പറ്റാതെ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാർ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ പറയാൻ പോകുന്ന ഒറ്റമൂലിയാകട്ടോ ഈ ക്ഷേത്ര ദർശനം. ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത്. ഈ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അമ്പലം മറ്റൊന്നുമല്ല, തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രമാണ്. ഈ കർക്കിടകത്തിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ പോയി തൊഴാൻ നല്ലൊരു സന്നിധി വേറെ ഇല്ല എന്നുള്ളതാണ്. ഏതൊരുവളാണോ ഈ അമ്പലനടയിൽ എത്തുന്നത്, തിരുനാവായ നാവാമുകുന്ദൻ്റെ മുന്നിൽ എത്തുന്നത്, അവരൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിതൃതർപ്പണത്തിനൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുനാവായ ക്ഷേത്രം എന്ന് പറയുന്നത്. മാമാങ്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമുറ്റത്താണെന്നൊരു ഐതിഹ്യം കൂടുണ്ട്. അപ്പം ഭഗവാന്റെ ഏറ്റവും ചൈതന്യഭാവത്തിലുള്ള നാവാമുകുന്ദനെ തൊഴണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ, ഈ ഒരു രാമായണ മാസത്തിൽ, കാർത്തിക മകയിരം ഉത്രം ചോതി മൂലം അവിട്ടം ഉത്രട്ടാതിക്കാർക്ക് ഏറ്റവും ഗംഭീര സമയമാണ്. പോയാൽ ജീവിതം രക്ഷപ്പെടും. വെറും കൈയോടുകൂടി പോകരുത്. ഞാൻ ഈ പറയുന്ന കാര്യം കയ്യിൽ കരുതുക. കയ്യിൽ കരുതേണ്ട മറ്റൊന്നുമല്ല, നാവാമുകുന്ദന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട്, ഭഗവാന്റെ ഏറ്റവും പ്രസാദിക്കുന്ന വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ താമരമാല സമർപ്പണമാണ്. താമരപ്പൂക്കൾ കൊണ്ട് കെട്ടിയ താമരമാലയുമായിട്ട് വേണം നിങ്ങൾ ഭഗവാനെ കാണാൻ പോകാനെന്ന് പറയുന്നത്. പറ്റിയാൽ ഒരു നെയ്വിളക്ക് കൂടെ അവിടെ തെളിയിക്കുക. 1-5 നെയ്വിളക്ക് ആ തിരുനടയ്ക്കൽ തെളിയിക്കുക. ഏറ്റവും ഗംഭീരമായിരിക്കും. താമരമാല സമർപ്പിക്കുക ഈ കർക്കിടക മാസത്തിൽ നാവാമുകുന്ദന്. അതിൽ പരമൊരു ചൈതന്യം പറയുമ്പം തന്നെ ആ ചൈതന്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ഈ താമരമാലയായിട്ട് ഭഗവാനെ ദർശിക്കാൻ പോകുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചില്ലറ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വീണ് കിട്ടുന്ന ഭാഗ്യമോ ഒരു വിളിയോ അല്ലിത്. ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പരമൊരു ഐശ്വര്യമില്ല. ആ ഭഗവാന്റെ നടക്കൽ നിങ്ങൾ ആ താമരമാലയുമായിട്ട് ചെല്ലുന്ന നിമിഷം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾ തൊട്ടറിയും. ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ഈശ്വരനാണ് നാവാമുകുന്ദൻ എന്ന് പറയുന്നത്. ആ അനുഗ്രഹം നിങ്ങളെ തേടിയും വന്നിരിക്കുകയാണ്. ആ വിളിയുമായാണ് ഈ ഒരു പുലരിയിൽ ഭഗവാൻ എന്നെക്കൊണ്ട് ഇത് പറയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാളുകാർ കാർത്തിക മകയിരം ഉത്രം ചോതി മൂലം അവിട്ടം ഉത്രട്ടാതി, ഈ നാളുകാർ നവാമുകുന്ദനെ തൊഴണം. ഈ കർക്കിടകത്തിൽ ജീവിതം രക്ഷപ്പെടും. അവസാനത്തെ 4ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഭരണി, തിരുവാതിര, പൂരം, വിശാഖം, പൂരാടം, ചതയം, രേവതി. ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾക്ക് ഒരു സാക്ഷിയാകാൻ പോകുന്ന അല്ലെങ്കിൽ പോകേണ്ടിയിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഞാൻ ഈ പറഞ്ഞ നാളുകാർ. ഭരണി, തിരുവാതിര, പൂരം, വിശാഖം, പൂരാടം, ചതയം, രേവതി എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങൾ, ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വരാൻ പോവുക. അതിനു മുമ്പ് ഈ കൂട്ടര് ഞാൻ 2 അമ്പലം പറഞ്ഞു തരാം. ഈ 2 അമ്പലത്തിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ പോകണം കേട്ടോ. തൊഴാൻ പോകുമ്പം പട്ടും നാണയപ്പിടിയുമായിട്ട് വേണം കാണാൻ പോകാനെന്ന് പറയുന്നത്. എന്താണ് പട്ടും നാണയപ്പിടിയും എന്ന് പറയുന്നത്? മഞ്ഞപ്പട്ടുണ്ടല്ലോ, മഞ്ഞപ്പട്ടും ഒരു പിടി നാണയവും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം ഈ നാളുകാർ പോയി തൊഴാനെന്ന് പറയുന്നത്. 2 അമ്പലം പറഞ്ഞുതരാം. ഈ 2 അമ്പലത്തിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയാൽ മതി. രണ്ടും നാരായണ ഭാവത്തിലുള്ള ക്ഷേത്രമാണ്, ഭഗവാന്റെ 2 രൂപത്തിലുള്ള ക്ഷേത്രമാണ്. ഈ 2 അമ്പലത്തിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി തൊഴുക. ഒന്നെന്ന് പറയുന്നത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്, തലശ്ശേരിയിലുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. 2 തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 2 അമ്പലങ്ങളാണ്. ഒന്ന് ശ്രീരാമസ്വാമി ആണെങ്കിൽ ഒന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ഏറ്റവും ഉത്തമമാണ്. തെക്കോട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ട് തിരുവാർപ്പ് അമ്പലത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുകയും ചെയ്യുക. പോകുന്ന സമയത്ത് ഏതമ്പലത്തിൽ പോയാലും ശരി, നിങ്ങൾ പോകുമ്പം പട്ടും നാണയപ്പിടിയായിട്ടേ പോകാൻ പാടുള്ളൂ. പട്ട് എന്ന് പറയുന്ന മഞ്ഞപ്പട്ട്, വളരെ തുച്ഛമായ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള മഞ്ഞപ്പട്ട് കിട്ടും. ആ മഞ്ഞപ്പട്ടും വാങ്ങിച്ച് ഒരു പിടി നാണയം, 10-100 രൂപയുടെ നാണയം എടുത്ത് അതിന് മുകളിൽ വെച്ച് ഐശ്വര്യമായിട്ട് ആ ഒരു പൂജാതാലവോ മറ്റോ ആയിട്ട് അത് ക്ഷേത്ര നടയിൽ സമർപ്പിക്കുക. അവിടുത്തെ തിരുമേനി ആ ഒരു
എന്താ പറയുന്നത്, പട്ടെടുത്ത് ഭഗവാന് ചാർത്തുകയും നാണയം അവിടെ കാണിക്കയായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള വഴിപാടാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ ഒരു രാമായണ മാസത്തിൽ ഇതിനേക്കാൾ നല്ലൊരിടം വേറെ പോകാനില്ല. ഈ രണ്ടമ്പലത്തിൽ എവിടെ പോയാലും ചൈതന്യമാണ് എന്നുള്ളതാണ്. അവസരം വിട്ടുകളയരുത്. ഭഗവാനായിട്ട് കാണിച്ചു തന്നെയാണെന്ന് വിചാരിക്കുക. വെറും കൈയോടുകൂടി പോകാതെ പട്ടും നാണയമായിട്ട് പോവുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടുകയും ചെയ്യുന്നതാണ്. ഇതൊന്നും വെറും ഒരു നിമിത്തം മാത്രമല്ല, ഇതിവിടെ ഞാൻ പറയാനൊരു നിയോഗമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു ദൂതുമായിട്ട് വന്നതാണെന്ന് കരുതുക. ഇത് ഞാൻ പറയുന്നതല്ല, ഈശ്വരൻ എന്നെക്കൊണ്ട് ഗ്രഹിച്ച് പറയിക്കുന്നതാണ്. ഞാനത് കൃത്യമായിട്ട് ഗണിച്ച് നോക്കി പറയുന്നു എന്ന് മാത്രം. ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് ഈ നന്മകളെല്ലാം വന്നു ചേരുന്നത്. പോയി തൊഴു, ഭഗവാന്റെ സന്നിധിയാണ്. നമുക്ക് വേറെ ഒരു ഇടനിലക്കാരുടെ ആവശ്യമില്ല. നേരിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുന്നു, തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ സങ്കടങ്ങൾ പറയുന്നു, സ്വപ്നങ്ങൾ പറയുന്നു. ഭഗവാൻ അവിടുന്ന് അനുഗ്രഹം നൽകുന്നു. ഏറ്റവും വിജയമായിരിക്കും വന്നു ചേരുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പം 4 ഗണക്കാരുടെയും പറഞ്ഞു. ഈ 4 ഗണത്തിൽ വരുന്ന ഏത് നക്ഷത്രക്കൂട്ടങ്ങളിലുള്ളവരായാലും പറഞ്ഞമ്പലത്തിൽ പോകൂ, അതിൻ്റെ ഐശ്വര്യം കിട്ടും. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.